പ്രിയമുള്ളവരെ, നാം ഇന്ന് ഓർക്കുന്നത് കരുണയുടെ സ്പർശമായി ജീവിച്ച വിശുദ്ധ ഡാമിയനെ കുറിച്ചാണ്. ലോകം ഭീതിയോടെ മാറ്റി നിർത്തിയ കുഷ്ഠരോഗികൾക്കായി സ്വന്തം ജീവിതം ബലി നൽകിയ സ്നേഹത്തിൻ്റെ ധീരരക്തസാക്ഷിയാണ് വിശുദ്ധ ഡാമിയൻ. ബെൽജിയത്തിൽ ജനിച്ച അദ്ദേഹം ഹവായ് ദ്വീപുകളിലെ മൊളോക്കായ് എന്ന ഒറ്റപ്പെട്ട സ്ഥലത്ത് രോഗികളാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ചു. അവരിൽ ഒരാളായി ജീവിച്ച് അവർക്ക് വേണ്ടി അധ്വാനിച്ച് ഒടുവിൽ അതേ രോഗം ബാധിച്ചു തന്നെ മരണം വരിച്ച ഡാമിയൻ മാനവികതയുടെയും ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും ഉന്നത മാതൃകയായി ഇന്നും ലോകമനസ്സുകളിൽ ജീവിക്കുന്നു. 1840 ജനുവരി 3 ബെൽജിയത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജോസഫ് ഡി ബോസ്റ്റർ എന്ന ഡാമിയൻ ജനിച്ചത്. ലളിതവും കഠിനാധ്വാനവും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം. തൻ്റെ മൂത്ത സഹോദരനെ പോലെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ച അദ്ദേഹം കോൺഗ്രിഗേഷൻ ഓഫ് സേക്രഡ് ഹാർട്ട്സ് എന്ന സഭയിൽ ചേർന്നു. അവിടെ വെച്ചാണ് ഡാമിയൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. തൻ്റെ സഹോദരന് പോകാൻ കഴിയാതിരുന്ന ഒരു മിഷൻ ദൗത്യം ഏറ്റെടുത്ത 1864 അദ്ദേഹം ഹവായ് ദ്വീപുകളിലേക്ക് പോയി. അവിടെ വെച്ചാണ് അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായത്. അക്കാലത്ത് കുഷ്ഠരോഗം ബാധിച്ചവരെ ഭരണകൂടം മൊളോക്കായ് എന്ന വിജനമായ ദ്വീപിലേക്ക് നാടുകടത്തിയിരുന്നു. അവിടെ ആരും അവരെ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. ഈ ദുരവസ്ഥ കണ്ട ഡാമിയൻ അവിടേക്ക് പോകാൻ സ്വയം സന്നദ്ധനായി. 1873 മൊളോക്കായ് ദ്വീപിലെത്തിയ അദ്ദേഹം അവിടുത്തെ രോഗികളുടെ പിതാവും വൈദ്യനും ഭരണാധികാരിയുമായി മാറി. അവരുടെ മുറിവുകൾ കഴുകാനും വീടുകൾ പണിയാനും അദ്ദേഹം മുൻകൈയെടുത്തു. ശാരീരികമായ ചികിത്സയ്ക്കൊപ്പം അവരുടെ ആത്മീയ ഉന്നമനത്തിനായും അദ്ദേഹം പ്രവർത്തിച്ചു. അവർക്കായി പള്ളികൾ നിർമ്മിക്കുകയും അവർക്ക് മാന്യമായ ഒരു സംസ്കാരം നൽകുകയും ചെയ്തു. നമ്മുടെ കുഷ്ഠരോഗികൾ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അവരിൽ ഒരാളായി ജീവിച്ചു. തൻ്റെ സുരക്ഷിതത്വം നോക്കാതെ അദ്ദേഹം രോഗികളെ കെട്ടിപ്പിടിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. 1884 അദ്ദേഹം കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. എന്നാൽ അതുകൊണ്ടൊന്നും തൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർത്തിയില്ല. ദൈവം തന്ന സമ്മാനം എന്നാണ് അദ്ദേഹം ആ രോഗത്തെ വിശേഷിപ്പിച്ചത്. ഡാമിയൻ്റെ ഈ മഹത്തായ സേവനം ലോകമെമ്പാടും വാർത്തയായി. പലയിടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് സഹായങ്ങൾ ഒഴുകിയെത്തി. ആധുനിക വൈദ്യശാസ്ത്രം പോലും മൊളോക്കായ് ദ്വീപിനെ ശ്രദ്ധിക്കാൻ ഇത് കാരണമായി. 1889 ഏപ്രിൽ 15 തൻ്റെ 49-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മരണസമയത്ത് താൻ ഒറ്റയ്ക്കല്ലെന്നും തൻ്റെ മക്കൾ കൂടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിശുദ്ധ ഡാമിയൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയെയാണ് അടയാളപ്പെടുത്തുന്നത്. അവഗണിക്കപ്പെട്ടവരിലും വേദനിക്കുന്നവരിലും ക്രിസ്തുവിനെ ദർശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2009 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ മാനവികതാവാദികളിൽ ഒരാളായ ഡാമിയൻ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. മെയ് 10 അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ രോഗികളോടും ആരുമില്ലാത്തവരോടും കരുണ കാണിക്കാൻ നമുക്കും പ്രതിജ്ഞയെടുക്കാം.